പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വെളിവാക്കുന്ന കണക്ക് ഭയങ്കര കോമഡിയാണ്. അതും ഈ അവസരത്തിൽ പറയണം. കാരണം നമ്മൾ പ്രേക്ഷകർ മണ്ടന്മാരൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസിന് മുമ്പ് നെറ്റ്ഫ്ലിക്സിന് വിറ്റുപോയി. അതിൻ്റെ പൈസ പ്രൊഡ്യൂസറിനല്ലേ കിട്ടുന്നത്. ഓവർസീസിൽ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരി, ഡിസ്ട്രിബ്യൂട്ടർ വേറെ ആളാണെങ്കിൽ ഒരു വിഹിതം അവർക്ക് പോകും. അതിൻ്റെ ഫിഗർ ഈ പ്രൊഡ്യൂസറിനല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈ എമ്പുരാൻ്റെ കണക്ക് ഇവരെങ്ങനെയായിരിക്കും ഏപ്രിൽ വിടുക? ഗാന്ധിജി കണ്ട സ്വപ്നം കിനാശ്ശേരി എന്ന് പറഞ്ഞ പോലെ എമ്പുരാൻ 2 ദിവസത്തിൽ 100 കോടി അടിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തിയേറ്ററുകാർ നമ്മുടെ വിജയകുമാർ, പിന്നെ ഷെണായിസിലാൾ, പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള ആളെ പേര് പെടുന്നത് അലിബർട്ടി ബഷീർ, ഇവരെല്ലാം ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് എമ്പുരാൻ തിയേറ്ററുകാർക്ക് ഒരു കാത്തിരിക്കുന്ന സിനിമയാണ്, തിയേറ്ററുകാർ നിറഞ്ഞ് കവിയും, പിന്നെ വിക്രമിൻ്റെ പടമുണ്ട്, എന്നിരുന്നാലും ഈ പടമാണ് നമുക്ക് ഭയങ്കര പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ആൾക്കാർ ഈ വിജയകുമാറൊക്കെ ഒരു 2-3 മാസം കഴിയുമ്പം എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പം ആൻ്റണിയെ ഉടൻ 2 ചീത്ത പറയും, മോഹൻലാലിന് ഒരു 2. പക്ഷേ അവർക്ക് എപ്പോഴും രക്ഷകരായിട്ടുള്ളതാണ് ഈ 2 പേര്. പക്ഷേ ഇപ്പോഴും തിയേറ്ററുകാർക്ക് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അവർക്ക് ജാക്ക് പോട്ടാണ്. പക്ഷേ എന്നിരുന്നാലും അടുത്ത മാസം അവർ വന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ബഡ്ജറ്റ് വെച്ചിട്ട് അവർ നഷ്ടക്കണക്കുകൾ പറയും. ഫാൻ ഫൈറ്റ് മുതലെടുക്കുന്ന കുറേ പേരുണ്ട്. അവർ വന്നിരുന്ന് അയ്യോ ഇയാളുടെ പടം പൊട്ടിയ ഇത്ര കിട്ടിയോളെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിളിച്ചു പറയും. പിന്നെ എന്തിനാണ് ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത ഒരു പാൻ ഇന്ത്യൻ പടമല്ലേ ബ്രോ? അപ്പോൾ ഇങ്ങനത്തെ അശ്രദ്ധ കാണിക്കുന്നത് മോശമല്ലേ? വളരെ മോശമായിട്ടാണ് അത് തോന്നിയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. ഇന്നലെ ചെകുത്താൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിച്ച് അണ്ണാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് അടിക്കാൻ ഇനി കുറേ എണ്ണം കാണുമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതേ വരും. ഇപ്പോൾ മോഹൻലാലിൻ്റെ പടമായാലും മമ്മൂട്ടിയുടെ പടമായാലും വിജയുടെ പടമായാലും നെഗറ്റീവ് അടിക്കണം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേക്ക് ഐഡിയൊക്കെ വെച്ച് വരും. സിനിമ സംസാരിക്കട്ടെ. അതിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത്. മോഹൻലാലോട് തിരിച്ചു ഒരു